ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കും സുഖമായിട്ട് പോണം, കുഴപ്പങ്ങളൊന്നുമില്ല. എന്റെ ദൈവമേ, പിള്ളേരുടെ കാര്യം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടാ. എന്റെ ഈ കൈമേലത്തെ ഞാൻ അന്ന് നിങ്ങളെ കാണിച്ചിരുന്നില്ല, ഈ മാർക്ക് ചെറുതായിട്ടൊക്കെ കുറഞ്ഞു കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തില്ല. ആരൊക്കെ തുളസി കരച്ചിട്ട പൂന്ന് പറഞ്ഞു. പക്ഷെ അബ്രുവിന്റെ മേത്തും അങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഇത്. എന്നിട്ട് ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞപ്പോ ഓയിൽമെന്റ് പറ്റി. ആ ഓയിൽമെന്റ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ പറ്റി നോക്കാറുണ്ട്. എന്നാലും അത് തന്നെയായിട്ട് പിന്നെ മാറി മാറി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിട്ടാണ് വിശേഷങ്ങള്? ഇന്ന് നമ്മുടെ പഴയ വീട്ടിലേക്ക് പോകണ്ടിട്ട്. അത് നമ്മള് കല്യാണം കഴിഞ്ഞ ടൈമില് കെട്ടിക്കേറി വീടോ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചപ്പോ നമ്മൾ അങ്ങോട്ട് പോണ്ട്. പിന്നെ അബ്രുവിന്റെ വാക്സിൻ 9 മാസത്തെ വാക്സിനേഷൻ ഉണ്ട് പിന്നെ നല്ല കുത്ത് കിട്ടും അബ്രുവിന്. അപ്പൊ അതിന് സന്തോഷാവും. അബ്രുവിന് അതിനും ഒരു ഇഞ്ചക്ഷൻ ഇങ്ങനെ കുത്തണം. എവിടെ കുത്തണ്ടേ? അവിടെ കുത്തണം. അതിനും കൊണ്ടുപോയി കുത്താം. നീ ഇവിടെ നിന്നാ മതി വീട്ടില്. അപ്പാപ്പനില്ല, അമ്മാമ്മയുടെ കൂടെ നിന്നോ. ഇന്ന് രാവിലെ നമുക്ക് അവിയലാണ്. അവിയൽ പ്രിപ്പറേഷനുള്ള പച്ചക്കറികൾ അരിയാണ്. ഇനി രാവിലത്തെ കുറച്ച് പരിപാടികളുണ്ട്. രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചലുകളുണ്ട് നമുക്കിവിടെ. കുളിപ്പിക്കല്, ഫുഡ് കൊടുക്കല്, പരിപാടികളൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ച് നേരം പിടിക്കും. അങ്ങനെ വിശേഷങ്ങള്. കുനു. ഇത് അവിലിനാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വെട്ടിമുറുക്കാനാണോ നോക്കുന്നത്? സ്ലൈസ് ആക്കി അരിഞ്ഞിട്ടുണ്ട്. ഇത് കുഴയാവോ ഇതാവോ എന്നുള്ളത് ഇത് വെച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത്. പ്രത്യേക സാഹചര്യത്തിൽ ഡ്യൂട്ടി എക്സ്ചേഞ്ച് ചെയ്ത് ഞങ്ങൾ കേട്ടോ. അവിലിന്റെ ബാക്കി കൂട്ട് വിഷ്മ മുറുക്കേണ്ടി വന്നു. വേറെ നല്ല അബ്രു കരച്ചിൽ തുടങ്ങി. അബ്രുവിനുണ്ടല്ലോ ഇപ്പൊ മറ്റേ ഈ ഇതിലെ കായ നമ്മൾ കണ്ണൻകായ ഉണക്കി പൊടിച്ചു കൊടുത്ത് നോക്കിയിട്ടാ. പക്ഷെ ആശാന് ഒട്ടും ഇഷ്ടമായില്ല. ഇപ്പൊ മറ്റേ ധാനിക്കൂട്ടില്ലേ, അത് പിന്നെയും ഇത്തിരി കുടിക്കും. അത് ഇഷ്ടമാണ്. അയ്യോ, ആദ്യത്തിന് ഇവിടെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഒരു ചേട്ടൻ ആരാ ഈ ബലൂൺ തന്നേ? ഏതപ്പാപ്പനാ? മാത്തിയപ്പാപ്പൻ ബലൂൺ കൊടുത്തിട്ടുണ്ട്. അതും ഇനിയിപ്പോ ഒരു ബലൂണ് 2 സാധനങ്ങൾ വേണം എല്ലാരും, അല്ലെങ്കിൽ തല്ല് കൂട്ടം ബഹളാവും കൂടെ. അല്ല അബിരിയോ നിങ്കിരിപ്പട്ടാളം പാട്. നമ്മള് കുക്കറിൽ വയ്ക്കണ കുക്കറവില് എന്താവാ ദൈവത്തിനറിയാം. എന്തായാലും ഒരു കൂട്ടാനാവും അല്ലേ? പിന്നല്ല, ഉടഞ്ഞാലും പ്രശ്നമില്ല, നല്ലതല്ലേ. ഇങ്ങനെ കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അല്ല ഇങ്ങനെ കാണിക്കുന്നു, നല്ല മിക്സ് ആവുള്ളൂ. എന്ത് ഒരു മുരിങ്ങക്കായ എടുത്തോണ്ടുപോയി. അപ്പാപ്പനോടിക്ക് പോയേ? അപ്പാപ്പ ഇവിടെ ഇല്ല. അപ്പാപ്പ പോയേക്കാ. അപ്പാപ്പ കുറച്ച് കഴിയുമ്പോ ആത്തിനെന്നിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞേക്കണേ. പഴന്നുങ്ക, അതിന് ഇഷ്ടമുള്ള സാധനം പഴന്നുങ്ക. പിന്നെ എന്നിട്ട് കൊണ്ടുവരാൻ പറഞ്ഞേക്കണേ വണ്ടിയാ. അത് ഞാൻ കേട്ടില്ലല്ലോ പറയുന്നത്. പഴന്നുങ്ക ആപ്പിള് കുന്തിരിന്ന് കുറിച്ച് പറയാറ്. പഴന്നുങ്ക ഫസ്റ്റ് തന്നെ ഉണ്ടോന്ന് നോക്കും. വന്നേമ്പ ആ കവർ അവൻ തന്നെ വാങ്ങിക്കണം. അങ്ങനത്തെ കുറെ നിർബന്ധങ്ങളുണ്ട്. വണ്ടിച്ചേട്ടാ പാപ്പ വരുമ്പോ കാണിക്കാട്ടാ, കാണിച്ചു കൊടുക്കാട്ടാ വണ്ടി വരുമ്പോ. അങ്ങനെ പറയാ അവര് നോക്കുന്നുണ്ട്. വണ്ടി ഉണ്ണി ബാബോ വാറ്. അടുത്ത കുട്ടി കുട്ടി 1, കുട്ടി 2. നമ്പർ 1, നമ്പർ 2, നമ്പർ 3 നമ്മൾ പിന്നാലെ പോണ്ടി വരും ഇവരെങ്ങനെ പിടിക്കാൻ വേണ്ടി. നമ്മുടെ അവിയല് റെഡി ആയിട്ടാ. ഇത് ആദ്യത്തിന് അബ്രുവിന് ഞാൻ 3 പച്ചക്കറി, ക്യാരറ്റും ഇതൊക്കെ നല്ലതാണല്ലോ, അടുത്ത് വേവിച്ചെടുത്തു. പിന്നെ അവിയല് സെറ്റ് ആയിട്ട് എല്ലാരും അടിപൊളി. ഞാൻ അല്ലാട്ട വെച്ചേ, അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം. പിന്നെ പപ്പടം വറുത്തു. പിന്നെ ഇത് ഉണ്ടല്ലോ, ഇത് നമ്മള് മാങ്ങ അരിഞ്ഞിട്ടേക്കണ്ട, മാങ്ങ അച്ചാറിടാൻ വേണ്ടിട്ട് പച്ചമുളകും അച്ചാറുപൊടിയും മറ്റേ എന്നിട്ടാണ് ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി ഇങ്ങനെ വെച്ചിട്ടുണ്ട് സെറ്റാക്കാൻ വേണ്ടിട്ട്. ഈ ഫുഡ് കഴിക്കാൻ പോവാ. വേറെ അപ്പനും മോനോട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് വാങ്ങിച്ചേ കൊള്ളിയാ? കൊള്ളി വാങ്ങിയാ? പിന്നെ എന്നിട്ട് വാങ്ങിയേ? റസ്ക് വാങ്ങിയാ?
പിന്നെ എന്നിട്ടാ വെള്ളം മിക്സി ശരിയാക്കി പോണു. അപ്പൊ പോയി ഇതാര് ചെപ്പിട്ടെന്ന് പുതിയ ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തതാ. ഫുള്ള് സാധനങ്ങൾ പറിച്ചു കളഞ്ഞു ചേട്ടൻ. ചെരുപ്പ് ഊരിയെ തന്നെ തന്നെ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യണേ. തന്നെ ഒരു എവിടേക്ക് അപ്പാപ്പ അങ്ങനെ ഒരു ചെരുപ്പ് എങ്ങനെയാ തൂടി കാണിച്ചേ? അപ്പാപ്പ ഒരു ചെരുപ്പുമ്പോ ചവിട്ടിട്ട് ഒരു ചെരുപ്പ് ഊരാന്നത് ഏതുപോലെ കാണിക്കണേ. മയിലുകളെ സംസ്ഥാന സമ്മേളനം ഇവിടെ എവിടെയാ ഒക്കെ പോയി ദേ പോണ്. പീലി ഇവിടെ അടുത്ത് നിക്കണ്ടായിരുന്നു കേട്ടാ. മൊബൈൽ എടുക്കാൻ പോയപ്പോഴേക്കും പീലി ചുക്കിച്ചു. ദേ പോണ് ഓടി ഒക്കെ പോയി. അതിന് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അതേട്ടാ കാർ പോർച്ചിൽ പറഞ്ഞ് നിക്കണണ്ട. പീലി ഇവിടെ എടുത്തി പോണ്. എവിടെ 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 ഗേറ്റ് പൂട്ടാൻ സാധനങ്ങൾ തുറക്കാനല്ലേ. ഇപ്പുറത്തെ അല്ലേ തായോ അവനങ്ങോട്ട് തായോ. എവിടേക്കാ അബുരു ഇരിക്കണില്ലാന്ന്. എവിടേക്ക് പോട്ടേന്ന് ഓരോട് വാതിലടയ്ക്കാൻ. ഗെറ്റ് ഔട്ട്. എന്നിട്ടേത് പഴുതങ്ക് തിന്നോളാനാ. പഴുതങ്ക് വേണോ അതിന്? പഴുതങ്ക് പൊളിക്കുന്നു നോക്കിയിരിക്കുക. നമ്മള് പഴയ ഓർമ്മയിലേക്ക് ഇന്ന് തിരിച്ചു പോവാണ്. അത് നമ്മള് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ കേട്ടാ. പിന്നെ എന്തിനാണ് പറയാനുള്ള അതോ പിന്നെ പ്രത്യേകിച്ചൊന്നും. ആദ്യത്തിന്റെ ഡെയിലി ഒരു പരിപാടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു കുളമുണ്ട്. ഈ കുളത്തില് ഈ അറ്റത്ത് നിന്ന് അതും കല്ലിടും. ഞങ്ങള് മിഞ്ഞാന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ ചെമ്പരത്തി പൂവില്ലേ അതിട്ട് കൊണ്ടെടുത്തു ഇട്ടു. അല്ല അതാ കിട്ടില്ലേ? കൊറേ കല്ലിടും. കുളം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കല്യാണത്തിന്റെ സമയത്തൊന്നും ഇവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ശരി അതാ പഠിക്കുന്നായിരുന്നു ഫോട്ടോഷൂട്ട്. ഭാഗ്യം. എന്നിട്ട് അവിടെ നീ ഉണ്ടായിരുന്നു അതിന് ഫോട്ടോഷൂട്ടിന്. അവിടെ ഇരുന്നു അവിടെ കുളത്തിന്റെ ഉള്ളില് നടുവില് കിടക്കായിരുന്നു ഞങ്ങൾ കുളത്തിന്റെ ഉള്ളില്. അന്നാണെങ്കിൽ അങ്ങനെ തൊണ്ടേ ചത്തനെ. ഇവിടെ ഒരു നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ. അതേ നിക്കണ നമ്മുടെ ഇരുമ. നമുക്കേ നമ്മുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അതായത് ഈ കുളത്തിന്റെ സൈഡിലല്ല കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാണ് നമ്മൾ കല്യാണം കഴിഞ്ഞതും. എന്നിട്ട് ഫസ്റ്റ് തന്നെ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ എൻ്റെ വീട്ടുകാർ വന്ന് കണ്ടതും ഈ വീട് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ പിന്നെയാണ് നമ്മൾ തരപ്പണി സ്റ്റാർട്ട് ചെയ്തത്. കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു 2 വർഷത്തേക്കായിരുന്നില്ലേ ഉറപ്പിച്ചിട്ടുണ്ടായ. 2 വർഷത്തേക്കായിരുന്നു. അല്ല 2 വർഷത്തേക്ക് സ്റ്റേബി വന്നു കഴിയുമ്പോൾ കല്യാണം എന്ന് പറഞ്ഞത്. പക്ഷെ കൊറോണ കാരണം 2 വർഷമായിട്ട് അത് നീണ്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞ് ഞാൻ വലത് കാല് വെച്ച് കൊളത്തിയല്ല തീ നിലവിളക്ക് പിടിച്ച് കയറിയത് ഈ വീട്ടിലേക്ക്. മെഴുകുതിരിയാണ് പിടിച്ച നിലവിളക്കുന്ന ഒരു ഭംഗിക്ക് പറഞ്ഞതാ. പിന്നെ വേറൊരു കാര്യം, ഈ വീടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടാ. കാരണം ഈ വീട് ഇപ്പൊ നമ്മള് വാടകയ്ക്ക് കൊടുത്തേക്കാ. അവരുടെ വീട്ടിൽ കയറി വീഡിയോ പിടിക്കുന്ന പറയുന്നത് തല്ലിട്ടായിക്കുന്നല്ല. ഈ ചേച്ചിനെ നമുക്ക് അറിയുന്നതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കാൻ സമ്മതിക്കായിരിക്കും. നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറണില്ല അവരുടെ പ്രൈവസിക്ക്. അപ്പൊ നമ്മള് പുറത്ത് നിന്ന് നമ്മുടെ വീട് കാണിച്ചു തരും ഏതാ വീടെന്നുള്ളത്. അപ്പൊ നമുക്ക് പോയി വീട് കാണാം. ഈ വീട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. കുട്ടുവിന്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. കുട്ടു മുന്നേ ഫുൾ ടൈം നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ആദം ഇപ്പൊ അവിടെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം അപ്പുറത്ത് കുട്ടുവിന്റെ വീട്ടിലായിരുന്നേനെ. പക്ഷെ വണ്ടി വന്നുണ്ട്. അതിപ്പോ അവിടെ അല്ലാത്തോണ്ട്
അതവിടെ അല്ലാത്തോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആദത്തിനെ കുട്ടുന്റെ വീട്ടിൽ കിടത്തി ഉറക്കേണ്ടി വന്നേ. ഇപ്പൊ തന്നെ ആദം കുട്ടുന്റെ അവിടെ കിടക്കുള്ളൂ എന്ന് പറയണേ. കുട്ടു വന്ന് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അത്. ഇനിയിപ്പൊ നമുക്ക് വീട് കാണാം. വായോ വായോ എന്ന് പറഞ്ഞേ. ഫോളോ മീ. നമ്മള് നമ്മുടെ വീടിന്റെ പടികളിലേക്ക് എത്തിയിട്ടാണ്. പടികളല്ല, വഴിയിലേക്ക് എത്തി. ഇതായിരുന്നു നമ്മുടെ വീട്. ഇപ്പൊ ഇവിടെ ഒരു കാറൊക്കെ ഇട്ടുണ്ട്. അത് അവരുടെ കാറാണ്, നമ്മുടെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മള് വാടകയ്ക്ക് കൊടുത്തേക്കാന്ന്. ഇതായിരുന്നു നമ്മുടെ വീട്. അതിനറിയോ നമ്മള് പണ്ട് താമസിച്ച വീട് ഇതാണ്. നീ ഉണ്ടായില്ലേ ഇപ്പൊ? അപ്പൊ എന്നിട്ട് പറയാൻ വന്നേ, ഇപ്പൊ ഇവിടെ പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. 2-3 പട്ടി നമ്മുടെ വീട്ടില്. എവിഡൻസ് പട്ടി കിടന്ന് വെച്ചെടുക്കണ്ട്. നമ്മുടെ വീട്ടില് പട്ടീനെയൊന്നും വലിയ ഇഷ്ടമല്ല അപ്പച്ചന്. അപ്പച്ചൻ ഫസ്റ്റ് വീട് വാടകയ്ക്ക് എടുത്തപ്പോ ഇവിടെ പട്ടീനെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് അപ്പച്ചനെ സത്യം മനസ്സിലാക്കിയത്. അപ്പൊ നമ്മുടെ ഇവിടെ മുന്നേ ചെടിച്ചട്ടി ഒന്നും വെച്ചിട്ടുണ്ടായില്ല കേട്ടോ. ഇതൊക്കെ ചേച്ചി വെച്ചേക്കണ്ട. നമ്മളെ പാപ്പനൊക്കെ വന്നു. ഇനി നമ്മുടെ പരിപാടി നെക്സ്റ്റ് വാക്സിനേഷൻ എടുക്കാൻ പോലെയാണ്. അപ്പൊ നമ്മള് പോണത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ്. എന്നിട്ട് കലാറക്കുന്ന അവിടെ കുറച്ച് ദൂരം പോയാൽ മതി. അത് അവിടെ പോയി കഴിഞ്ഞാൽ കൊറേ ആൾക്കാരുണ്ടാവും അറിയില്ല. എന്റെ ഒരു ഏകദേശ ധാരണയില് അധികം ആൾക്കാരുണ്ടാവിരിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോ കൊറേ പേരുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ഇപ്പൊ നമ്മളിപ്പോ ഇറങ്ങുമ്പോ കുറച്ച് നേരമായിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ എല്ലാവരും പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. ആദ്യം മുൻകൂട്ടി നിൽക്കണം, മുന്നിൽ നിൽക്കുമ്പോൾ അതിന് കുട്ടാന്നറിയില്ല. വണ്ടിയിൽ പോവാന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ വേഗം ഡ്രസ് മാറാൻ പോവാന്നുള്ള ഇതിൽ നിൽക്കണം. ഞങ്ങൾ പോട്ടെ, അവിടെ ചെല്ലുമ്പോ ഇനി അറിയാം. അതിന് കഴിഞ്ഞ പ്രാവശ്യം അവിടെ തന്നെ നമ്മള് ജൂച്ച് വൈറ്റമിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട്. അപ്പൊ നല്ല ചിരിയില്ലേട്ടാ. പക്ഷെ ഇവര് വാക്സിനേഷൻ എടുക്കുമ്പോ അത്ര വലിയ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവാറില്ല കേട്ടാ. അപ്പൊ അധികം വാശി പിടിക്കാറില്ല. നമ്മള് പനിയുടെ മരുന്ന് കറക്റ്റ് ഇങ്ങോട്ട് കൊടുക്കാൻ മതി. ഇത് പറഞ്ഞോണ്ട് ഈ പ്രാവശ്യം വാശി പിടിക്കും അറിയില്ല. ഗോപി, ഞാനിവനെ ഉറങ്ങി കഴിയുമ്പോഴല്ല, കുളിപ്പിച്ചൊക്കെ കഴിയുമ്പോ വെറുതെ ഇങ്ങനെ പൗഡർ കൊണ്ട് വെറുതെ ഒരു പൊട്ട് തൊട്ട് വെറുതെ ഇങ്ങനെ ഗോപി പോലെ ഇട്ട് കൊടുക്കും. ഇപ്പൊ അവന് ആ ഗോപി വേണമെന്ന്. അപ്പൊ വണ്ടി ഓടിയിലൊക്കെ എടുക്കണേ. അപ്പൊ അതേ അവിടെ നിക്കണ്. നമ്മുടെ പുസ്തകം, ഈ പുസ്തകം ഉണ്ടായാലും അവിടെ വാക്സിനേഷൻ എടുത്തരുള്ളൂ. അപ്പടെ വണ്ടി എവിടെ? എവിടെ? അവിടെ ഒന്നും ഇല്ല. ചെപ്പിട്. ഈ ചെരുപ്പിന്റെ മറ്റേ സാധനൊക്കെ ആരാ കളഞ്ഞേ? ഹജം ഒക്കെ സമ്മതിക്കൂട്ടെ. പിന്നെ എന്റെ മോൻ അത് ചെയ്തേന്നുള്ള സമ്മതിക്കും അല്ലേ? ഇങ്ങോട്ട് നോക്കോ? ചിരിക്കോ? ഇല്ലേ? നമ്മളിത് ഇവിടെ എത്തിട്ടാ. ആദ്യം വണ്ടിന്ന് ഇറങ്ങിയിട്ടില്ല. അതിനപ്പറക്കണം. ഇല്ല, ഞാൻ ഇറങ്ങുള്ളൂ. വണ്ടികളുണ്ട്. അപ്പൊ തിരക്കുണ്ടോ തോന്നുന്നു. ഇതാണ് ട്ടോ സ്ഥലം. കുടുംബാരോഗ്യ കേന്ദ്രം വരന്തരപ്പള്ളി. ഇതിനെടുക്കാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ നമുക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വാക്സിൻ എടുക്കാൻ പറ്റിയില്ല. കാരണം അബ്രുവിന് നമ്മൾ വാക്സിനേഷൻ ചെയ്തേക്കുന്നത് എല്ലാ വാക്സിനും നേരം വൈകി. അതായത് ഇവന് ആ സമയത്ത് പനി അല്ലെങ്കിൽ ചുമ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരും. അപ്പൊ വാക്സിൻ ഡിലേ ആവും. അപ്പൊ ഇനിയിപ്പോ 10ാം മാസത്തിലാണ് നമ്മളിപ്പോ ഒരു വാക്സിൻ ചെയ്തേക്കണം. അത് കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോഴാണ് 9ാം മാസത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏപ്രിലാണ്. വേണമെങ്കിൽ ഒരു കുത്താന്ന് പറഞ്ഞിപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, എല്ലാം കൂടി ഒരുമിച്ച് ചെയ്താൽ മതി. കാരണം ഒരു കുത്തി കൊച്ചിന് വെറുതെ എന്തിനാ വേദനിപ്പിക്കണേ, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മള് ഈ നേരെ വീട്ടിലേക്ക് പോണു. വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇനി അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ പോവാണ്. എന്റെ ദൈവമേ, അങ്ങനെ വാക്സിൻ പൊളിഞ്ഞു. ആദ്യത്തിന് കാണാൻ പറ്റില്ല, കുത്തുണ്ട്. അപ്പൊ വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ എത്ര ഉള്ളൂ. അപ്പൊ നിങ്ങള് പഴയ നമ്മുടെ വീടും
വാക്സിൻ കിട്ടാത്ത കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ. അപ്പൊ വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കൊറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്, അത് നോക്കി നിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ ഉമ്മ കൊടുത്തേ, ഐ ലവ് യു കൊടുത്തേ, അല്ലെങ്കിൽ എല്ലാവർക്കും വിഷമം. ഓക്കെ.